പ്രബോധനപുത്രൻ, The Son of Encouragement by മുപ്പിരിച്ചരട്ട്. മുപ്പിരിച്ചരട്ട് വേഗത്തിൽ അറ്റുപോകയില്ല. അപ്പോസ്തല പ്രവർത്തികൾ 15, 35 മുതൽ 40 വരെയുള്ള വേദഭാഗത്തെ അടിസ്ഥാനമാക്കി ബർന്നബാസും പൗലോസും തമ്മിൽ നടന്ന ഉഗ്രവാദത്തിന്റെ സാങ്കൽപ്പിക അവതരണം. ക്രിസ്തുവർഷം ഏകദേശം 49, സ്ഥലം അന്ത്യോക്യ. രണ്ടാം മിഷനറി യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന മുറിയാണ് രംഗം. ബർന്നബാസേ, നമ്മുടെ ദൗത്യം മഹത്തരമാണ്. സുറിയയും കിലിക്കിയയും കടന്ന് ഏഷ്യ മൈനറിലെ പുതിയ പട്ടണങ്ങളിലേക്ക് കർത്താവിന്റെ വചനമെത്തിക്കണം. ദൈവകൃപ നമ്മോടൊപ്പമുണ്ട്. തീർച്ചയായും പൗലോസേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ പൂർണ്ണമായി ഒരുക്കമാണ്. അതിലുപരി എന്റെ അനന്തരവനായ യോഹന്നാൻ മർക്കോസിനെയും നമ്മോടൊപ്പം കൂട്ടണം. അവൻ ആദ്യ യാത്രയിൽ നമുക്കൊരു മുതൽക്കൂട്ടായിരുന്നു. യോഹന്നാൻ മർക്കോസിനെയോ? ബർന്നബാസേ, അത് അസാധ്യമാണ്. എന്തുകൊണ്ട് പൗലോസേ? അവൻ നല്ലൊരു സഹായകനാണ്. ഒരു ചെറുപ്പക്കാരന് ചിലപ്പോൾ പിഴവുകൾ സംഭവിക്കാം. പിഴവുകളോ? പീഡനങ്ങളോ? ദുർഘടമായ യാത്രകളോ കണ്ട് അവൻ പാഫോസിൽ വെച്ച് നമ്മെ വിട്ടുപോയി എന്നുള്ളത് നിങ്ങൾ മറന്നോ? ഈ മഹത്തായ ദൈവീക വേലയിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരുവനെ എനിക്ക് ആവശ്യമില്ല. പൗലോസേ, അന്നവൻ ചെറുപ്പമായിരുന്നു, ഭയം തോന്നിക്കാണും. പക്ഷേ അവനിപ്പോൾ പശ്ചാത്തപിച്ചു, കൂടുതൽ വിശ്വസ്തനായിരിക്കുന്നു. അവന് രണ്ടാമതൊരു അവസരം നൽകേണ്ടത് നമ്മുടെ കടമയല്ലേ? അവനിപ്പോൾ തികച്ചും സന്നദ്ധനാണ്. ഇല്ല, ഈ വേലയ്ക്ക് പൂർണ്ണമായ സമർപ്പണം വേണം. നാം പോകുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കാനാണ്. ഭീരുക്കളും അസ്ഥിരചിത്തരും ഈ സംഘത്തിൽ ആവശ്യമില്ല. വിട്ടുപോയവൻ വീണ്ടും വിട്ടുപോകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ദൈവവേലയ്ക്കു ഒരു തടസ്സവുമുണ്ടാകുവാൻ പാടില്ല. നിങ്ങൾ അവനെ കഠിനമായി വിധിക്കുകയാണ്. പൗലോസേ, മറക്കരുത്, നിങ്ങളെ അന്ത്യോക്യയിലെ സഭയ്ക്ക് പരിചയപ്പെടുത്തിയതും നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് അവർക്ക് ഉറപ്പുവരുത്തിയതും ഞാനാണ്. പ്രോത്സാഹനത്തിന്റെ മകൻ എന്ന പേര് എനിക്ക് വെറുതെ കിട്ടിയതല്ല. കരുണ കാട്ടുക എന്നത് സുവിശേഷത്തിന്റെ പ്രധാന ഭാഗമാണ്. അവൻ നല്ലൊരു മിഷണറിയാകും. അവനെ ഒഴിവാക്കുന്നത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ യാത്രയ്ക്ക് അവനെ കൂട്ടാൻ ഒരുക്കമല്ല. നമ്മുടെ വേലയുടെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ അവനെയും കൂട്ടി വേറെ പോകുക. എനിക്ക് ശീലാസിനെ കൂട്ടിയാൽ മതി. അവൻ വിശ്വസ്തനും പരീക്ഷിക്കപ്പെട്ടവനുമാണ്. എങ്കിൽ അങ്ങനെയാവട്ടെ പൗലോസേ. നിങ്ങളുടെ തീരുമാനത്തിൽ എനിക്ക് ഖേദമുണ്ട്. പക്ഷേ ഞാൻ മർക്കോസിനെ വിട്ടുപോവുകയില്ല. അവനു വേണ്ട പ്രോത്സാഹനം ഞാൻ നൽകും. ശീലാസേ, വരിക. നമ്മുടെ വഴി വേറെയാണ്. കർത്താവിന്റെ കൃപയിൽ നാം ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സുറിയായിലേക്കും കിലിക്കിയയിലേക്കും നമുക്ക് യാത്രയാകാം. സഭകളെ ഉറപ്പിക്കണം. മകനെ, ദുഃഖിക്കേണ്ട. പൗലോസ് ഇപ്പോൾ കഠിനവാക്കാണ് പറഞ്ഞതെങ്കിലും നമ്മളോട് കർത്താവ് കരുണ കാണിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ വിട്ടുപോവുകയില്ല. നമുക്ക് എന്റെ നാടായ കുപ്രോസ് ദ്വീപിലേക്ക് കപ്പൽ കയറാം. അവിടെ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാം. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്തു. സഹോദരന്മാരാൽ കർത്താവിന്റെ കൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ടു സുറിയ കിലിക്കിയ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ചു സഭകളെ ഉറപ്പിച്ചു പോന്നു. ഈ സംഭവം 2 പ്രധാന കാഴ്ചപ്പാടുകൾ എടുത്തു കാണിക്കുന്നു. പൗലോസിന്റെ കാഴ്ചപ്പാട്: പൗലോസ് മാർക്കോസിനെ കൊണ്ടുപോകുന്നതിനെ എതിർത്തു. കാരണം ആദ്യത്തെ മിഷണറി യാത്രയ്ക്കിടയിൽ അവരെ ഉപേക്ഷിച്ചു പോയതാണ്. സുവിശേഷ ദൗത്യത്തിന്റെ വിജയം ഉറപ്പാക്കാൻ വിശ്വസ്തതയില്ലാത്ത ഒരാളെ വീണ്ടും ആശ്രയിക്കുന്നത് അപകടമാണെന്ന് പൗലോസ് കരുതി. ബർന്നബാസിന്റെ കാഴ്ചപ്പാട്: ആശ്വാസപുത്രൻ, പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള പേരുള്ള ബർന്നബാസ് തന്റെ കസിനായ ജോൺ മാർക്കോസിന് ഒരു രണ്ടാമത്തെ അവസരം നൽകാൻ ആഗ്രഹിച്ചു. കരുണ, ക്ഷമ, ഒരു വ്യക്തിയുടെ വളർച്ചയിലുള്ള സാധ്യത എന്നിവയിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ. അവരുടെ അഭിപ്രായ വ്യത്യാസം കടുത്ത വാക്കുതർക്കത്തിന് കാരണമാവുകയും തുടർന്ന് അവർ വേർപിരിയുകയും ചെയ്തു. ഇത് ഒരു ടീമിനു പകരം 2 മിഷണറി ടീമുകൾ ഉണ്ടാകുന്നതിന് കാരണമായി. ഇരുവർക്കും അവരുടേതായ ന്യായമുണ്ടായിരുന്നുവെന്നും ദൈവം അവരുടെ 2 സമീപനങ്ങളെയും നന്മയ്ക്കായി ഉപയോഗിച്ചുവെന്നും മനസ്സിലാക്കാം.
ദൗത്യം ഇരട്ടിയായി. ഒരു ടീമിന് എത്തിപ്പെടാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. പിന്നീട് പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ അദ്ദേഹം മാർക്കോസിനെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നു. മാർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരിക, അവൻ എനിക്ക് ശുശ്രൂഷയിൽ ഉപകാരമുള്ളവൻ ആകുന്നു. ഇത് ബർന്നബാസ് മാർക്കോസിൽ അർപ്പിച്ച വിശ്വാസം ശരിയായിരുന്നുവെന്ന് തെളിയിക്കുന്നു. കൂടാതെ പൗലോസിന്റെ കർശന നിലപാടും മാർക്കോസിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചിരിക്കാം. ഇരുവരും സുവിശേഷ ശുശ്രൂഷയ്ക്ക് ഏറ്റവും നല്ലതെന്ന് തങ്ങൾ വിശ്വസിച്ച കാര്യത്തിനു വേണ്ടി നിലകൊണ്ടു. അവരുടെ അഭിപ്രായ വ്യത്യാസം പോലും ദൈവവേലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമായി. സകലവും നന്മക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം. മഹത്വം ദൈവത്തിന്. ഉന്നത ചിന്തയോടുണർന്നീടാം, മന്നവനെ നമുക്കെതിരേൽക്കാം.